പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റിയെ പറ്റി പറയാതിരിക്കാൻ നല്ലത്. അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് വരുന്നത് പത്രപ്രസ്താവനകൾ കാണുമ്പോൾ മാത്രമാണ് ഇങ്ങനൊരു സ്ഥാപനമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റിയുടെ ചെയർപേഴ്സണായിട്ടിരുന്നത് ശ്രീ റെജി ലൂക്കസിനറിയാം. DYFIയുടെ പ്രവർത്തകനായിരുന്ന, അതിൻ്റെ നേതാവായിരുന്ന, ഹൈക്കോടതിയിൽ എങ്ങനെയോ ജഡ്ജായിട്ട് വന്നു. ക്ഷമിക്കണം പറയുന്നതിൽ, ഒരു സെൻറ്റൻസ് പോലും ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റാത്ത കഴിവില്ലാത്ത ഒരാളായിരുന്നു അദ്ദേഹം. അയാൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഒരു പോസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റി ഉണ്ടാക്കിയതും അതിൻ്റെ ചെയർമാനായിട്ട് നിയോഗിച്ചത്. അതേപോലെ ജില്ലാ തലത്തിൽ ധാരാളം പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റീസ് ഉണ്ട് ജില്ലാ തലത്തിൽ. പക്ഷേ ആ അതോറിറ്റീസ് എല്ലാം തന്നെ കൂടും, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് കേൾക്കും, ആ ഇത്ര പരാതികൾ തീർപ്പാക്കി എന്ന് പറഞ്ഞ് ഒരു പത്ര റിപ്പോർട്ട് വരും, അവർ ചായ കുടിച്ചോ അല്ലെങ്കിൽ പിരിയും, അതിൻ്റെ അലവൻസും മറ്റു കാര്യങ്ങളും വാങ്ങും. ഇതേപോലെയാണ് വനിതാ കമ്മീഷൻ, ഇതേപോലെയാണ് യുവജന കമ്മീഷൻ, ഇതേപോലെ തന്നെയാണ് ചൈൽഡ് കമ്മീഷനും ഒക്കെ. അപ്പോൾ കേരളത്തിലെ കമ്മീഷനുകളുടെ കുറവല്ല ഇതിനൊക്കെ പറയുക. പോലീസ് നന്നായാൽ നാട് നന്നാവും, അതൊരു ചൊല്ലാണ്. ചൈനയിലൊരു ഇതുണ്ട്, നിങ്ങൾ ഒരിക്കൽ പോലും പോലീസുകാരുമായിട്ട് ബന്ധപ്പെടരുതെന്ന് പറയും. അപ്പോൾ അത് തന്നെ ഇവിടെയും ബാധകമാണ്, നമ്മുടെ കേരളത്തിലും ബാധകമാണ്. പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരാണ് അവരുമായിട്ട് ബന്ധപ്പെടുന്നത്, അവരെ ചീത്തയാക്കുന്നത് മുഴുവൻ പോലീസുകാരാണ്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവായിട്ടുള്ള ടോപ്പ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിക്ക് ഇവരെ കൈകാര്യം ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ, റെഗുലേറ്റ് ചെയ്യാൻ, മോണിറ്റർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആഭ്യന്തരം പരാജയമാകും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പോലീസിനെ കൈയഴിഞ്ഞ് സഹായിക്കുക, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക, എന്ത് ഹീന പ്രവൃത്തിയും ചെയ്യാൻ അവരെ അനുവദിക്കുക. അതിൽ കൂടി അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പാരിതോഷികമായിട്ട് സർക്കാരിനെ സംരക്ഷിക്കുന്ന ഒരു ക്വിഡ് പ്രോക്കോ, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉത്തർപ്രദേശിലെ അലഹാബാദ് ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് മുണ്ട പറഞ്ഞത്, ഇന്ത്യയിലെ പോലീസുകാർ ഓർഗനൈസ്ഡ് ക്രിമിനൽസ് ആണ്. അത് വളരെ കൃത്യമാണ്. ടോമിൻ ജെ തച്ചങ്കരിയുടെ കാര്യത്തിലായാലും ശരി, AV ജോർജിന്റെ കാര്യത്തിലായാലും ശരി. പോലീസ് കംപ്ലയിൻറ്റ്സ് അതോറിറ്റിയുടെ സംസ്ഥാന അതോറിറ്റിയെ ചെയർമാനായിരുന്ന ജസ്റ്റിസ് VK മോഹനൻ, അദ്ദേഹത്തിന്റെ കാലാവധി എത്ര തവണയാണ് നീട്ടിക്കൊടുത്തത് എന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ 2024 നവംബറിൽ നീട്ടിക്കൊടുത്തിരുന്നു 6 മാസത്തേക്ക്. ആ നീട്ടിക്കൊടുത്ത സമയത്തൊക്കെ അദ്ദേഹത്തിന് വേറെയും പണിയുണ്ടായിരുന്നു. തിരൂർ ബോട്ടപകടം മുതൽ EDക്ക് അന്വേഷണം നടത്താമോ തുടങ്ങിയ കമ്മീഷന്റെ നിരവധി ഒരുപാട് ഓവർ ഡ്യൂട്ടി പണികളും അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചാണോ PA പൗരൻ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് എഴുതാൻ അറിയാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞത് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ആരോപിക്കുന്നുമില്ല. എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ പോലീസ് ഭരണവ്യവസ്ഥയുടെ ഇന്നത്തെ സ്ഥിതി.